ഹലോ ഹായ് അസ്സാമു അലൈക്കും ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. കഴിഞ്ഞ 10th സ്റ്റാൻഡേർഡ് വീഡിയോ ഇട്ട സമയത്ത് കുറേ കുട്ടികൾ അടിയിൽ കമൻസിൽ വന്ന് പറഞ്ഞതാണ് +1 എങ്ങനെ പഠിക്കുക, +2 എങ്ങനെ പഠിക്കുക, എങ്ങനെ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത്. ടു ബി ഓണസ്റ്റ്, ഞാൻ 10th എങ്ങനെയാണോ പഠിച്ചത് അതിനേക്കാളും കുറച്ച് ഒരു പടി എഫേർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് +1ഉം +2ഉം പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ CBSE ആയിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റേറ്റിൽ നിന്ന് CBSEയിലേക്ക് മാറിയത് എന്നുള്ളതല്ലേ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 10th എല്ലാവരും CBSE പഠിക്കും, എന്നിട്ട് +1 +2 വന്ന സമയത്ത് സ്റ്റേറ്റിലേക്ക് മാറും. കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്ങനെ ചെയ്യലല്ലേ. പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. 10th ക്ലാസ് ഞാൻ സ്റ്റേറ്റ് പഠിച്ചു. അതിൻ്റെ ശേഷം ആ വെക്കേഷൻ ഉണ്ടാവല്ലോ, ഏപ്രിൽ മെയ് വെക്കേഷനിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പനോട് എനിക്ക് പണ്ടിങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, എൻട്രൻസ് എഴുതണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്താണ് എൻട്രൻസ്, എന്താണ് നീറ്റ് എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ഒരു ഇതിൽ ആൾക്കാർക്ക് നമ്മൾ ബോർഡ് എക്സാം എഴുതി കിട്ടുന്ന പോലെ തന്നെ മാർക്ക് കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഉണ്ടായിരുന്നത് എൻട്രൻസ്. അപ്പം ഞാനിങ്ങനെ ഒക്കെ എൻട്രൻസ് എഴുതാന്നുള്ളൊരു ഇതിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഉപ്പ വന്നിട്ട് പറയുന്നത് അങ്ങനെ എൻട്രൻസിന് എഴുതണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല കോച്ചിങ്ങിന് പോകണം, അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി നോക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് CBSE ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സ്റ്റേറ്റിൽ നിന്ന് CBSE ഒരു ചേഞ്ച് ആണല്ലോ, കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് എക്സാമിന് റാങ്ക് വാങ്ങിക്കാറ് CBSEക്കാരാണ് എന്നാണ് അന്നത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ CBSE ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു +2. പക്ഷെ അതിനുശേഷം പിന്നെ വിധിയെ മാറി, ലൈഫേ മാറി, ആ ഒരു ഫ്ലോവും കോഴ്സൊക്കെ മാറി. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഞാൻ +2ൽ മാർക്ക് വാങ്ങിച്ചതെന്നുള്ളതാണ്. ഓക്കെ, +2ൽ എനിക്ക് 94.6% ആയിരുന്നു ഉണ്ടായിരുന്നത് CBSEയിൽ. ഞാൻ എടുത്ത സബ്ജക്ട്സ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം, ഇംഗ്ലീഷ്, ഈ 5 സബ്ജക്റ്റാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് മാത്സ് ചൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും നീറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് മാത്സ് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള, ഇപ്പോൾ 10th പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് അഡ്വൈസ് തരാനുള്ളത് മാത്സ് എടുത്തോളി. കാരണം നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും, ഫിസിക്സിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ JEE ഒക്കെ എഴുതണമെങ്കിൽ മാത്സ് എന്തായാലും വേണം, കീം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് എന്തായാലും വേണം. അതുകൊണ്ട് മാത്സ് എടുത്തോളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി എടുത്തവരാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. മാത്സ് എടുത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാതിരിക്കില്ല. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ CBSE ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് CBSEയിൽ +1ൽ എക്സാം ഉണ്ടായില്ല, എക്സാം ഇല്ല, ബോർഡ് എക്സാം. അപ്പോൾ ഞാൻ ശരിക്കും കംപ്ലീറ്റ്ലി നീറ്റ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നില്ല, എഫക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ +1ൽ എനിക്ക് ഒരു എക്സാം നടത്തി. +1ൽ ഒരു ബോർഡ് എക്സാം മുതൽ ഫൈനൽ എക്സാം നടത്തിയ സമയത്ത് എനിക്ക് ഭയങ്കര മാർക്ക് കുറവായിരുന്നു, നല്ല മാർക്ക് കുറവായിരുന്നു. ഫിസിക്സിലൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു. ഈവൻ എനിക്ക് തോന്നുന്ന ഒരു B+C ആ റേഞ്ചിലേക്ക് വരെ എനിക്ക് മാർക്ക് പോയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ റിപ്പോർട്ട് കാർഡ് കൊടുക്കാം. നമ്മളൊരു 10th വരെ ഒരു ഹൈ സ്റ്റുഡൻറ്റ്, ടോപ്പർ സ്റ്റുഡൻ്റ് ആയിട്ട് പെട്ടെന്ന് +1ലേക്ക് ആ ട്രാൻസിഷൻ ആയി. +1ൽ എത്തി, ആ ബോർഡ് എക്സാം എഴുതിയ സമയത്ത്, +1ലെ ബോർഡ് എക്സാം അല്ല ഫൈനൽ എക്സാം എഴുതിയ സമയത്ത് ഇത്ര മാർക്ക് വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി. ഞാൻ എങ്ങനെയാണ് +2 എഴുതാൻ പോകണമെന്നുള്ളതിൽ. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് +2ൻ്റെ മാർക്ക് 60% മതി മെഡിക്കൽ ഫീൽഡിലേക്ക് നമുക്ക് പോകണമെങ്കിൽ. അത് കാരണം എൻട്രൻസിൻ്റെ മാർക്കാണല്ലോ എടുക്കുക. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു നല്ല മാർക്ക് വാങ്ങിക്കണം അല്ല, ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഇല്ലായിരുന്നു. മീൻസ് എനിക്ക് ആ ഒരു ഗോളേ ഇല്ലായിരുന്നു. ബട്ട് +1 കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ നല്ലോണം വർക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് +2ൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ +2ൽ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ 90% എബോവ് എന്തായാലും മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ്. ഈ 90% എബോവ് ഞാൻ മാർക്ക് വാങ്ങിച്ചത് ഞാൻ ഒരാഴ്ച ഇട്ട എഫേർട്ടാണ്. 1 വീക്ക് ഓഫ് എഫേർട്ടാണ് ഞാൻ അതിനിട്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോൻ്റെ മെയിൻ എയിം അതാണ്. ആ ഒരു വീക്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ, ഞാൻ ഇത്രയും കാലം നല്ല പഠിപ്പിയായിരുന്നു, നല്ലതായിട്ട് പഠിക്കായിരുന്നു, പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇപ്പം എങ്ങനെ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേറ്റിലാണ് ഞാനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ എനിക്ക് ഉള്ളിലൊരു ഫയർ വരുന്നതും ഞാൻ പഠിക്കുന്നതും എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നതും. പിന്നെ CBSEൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് 5A1 ആണല്ലോ വേണ്ടത്. ഇപ്പോൾ ഫുൾ A+ പറയുന്ന പോലെ 5A1, അതിൽ എനിക്ക് 4A1ഉം ഒരു A2 ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്ക് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് 5 സബ്ജക്റ്റിനും A1 കിട്ടണം. ഇതിലെന്താ വെച്ചാൽ പെർസെൻറ്റൈൽ ആയിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പെർസെൻറ്റൈൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുകളിൽ എത്ര ആൾക്കാർക്ക് A1 ഉണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ആൾക്കാർക്ക് A2 എന്നുള്ള രീതിയിലാണ് കൊടുക്കുക, പെർസെൻറ്റൈലാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ എനിക്ക് A2 കിട്ടിയത്, ബാക്കി എല്ലാതും A1 ആയിരുന്നു. പിന്നെ എനിക്ക് കോവിഡ് കാരണം മലയാളം എക്സാം നടന്നിട്ടുണ്ടായില്ല. മലയാളം എക്സാമിന് അപ്പം എൻ്റെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ബയോളജിൻ്റെ ഒക്കെ മാർക്കിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് എനിക്ക് മലയാളം എക്സാമിന് ഇട്ടത്. അങ്ങനെയാണ് എനിക്ക് മലയാളം എക്സാമിന് 94, 5 ആ റേഞ്ചിൽ എത്തുന്നത്. സാധാരണ നമുക്ക് 99 മാർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് മലയാളം.
പക്ഷേ സയൻസ് സബ്ജക്റ്റിന് മാർക്ക് എടുത്തിട്ടാണ് മലയാളത്തിലേക്ക് ഇട്ടത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വന്നതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ എനിക്ക് 95% കിട്ടിയത്. എനിക്ക് കിട്ടിയത് വളരെ കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് സങ്കടം, അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു കോവിഡിൻ്റെ കാരണം നമുക്ക് അങ്ങനെ ആവറേജ് അറ്റൻഡൻസിന് അഡ്ജസ്റ്റിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഞാൻ എങ്ങനെ പഠിച്ചത്, ലൈക്ക് നമുക്ക് അവസാനത്തെ ഒരു വീക്കിൽ എങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ അവസാനം ഇപ്പം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം നടക്കാൻ പോകുന്നുണ്ടാവില്ലേ, ഇത് കഴിഞ്ഞിട്ട് ബോർഡ് എക്സാം നിങ്ങൾക്ക് ഫെബ്രുവരിയിലാണ് വരുന്നുണ്ട്. അപ്പോൾ അധികം സമയമൊന്നും ബാക്കിയില്ല. അപ്പം കുറച്ച് സമയം ബാക്കിയുള്ളൂ. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഒരു ബേസ് ബിൽഡ് ചെയ്തെടുത്താൽ പിന്നെ ഒരാഴ്ച നിങ്ങൾ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഉറപ്പായിട്ട് 90% മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 95% മാർക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ എന്തായാലും കിട്ടും. കഴിഞ്ഞ 10ാം ക്ലാസ്സിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ A+ കിട്ടുന്ന സമയത്ത്. ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സ്മോൾ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഏതാ വീക്ക്, ഏതാ സ്ട്രോങ് സബ്ജക്റ്റ് എന്നൊക്കെ നോക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കൊമേഴ്സുകാരാവാം, സയൻസുകാരാവാം, ഹ്യൂമാനിറ്റീസ് ഒക്കെ ആവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ളത് നിങ്ങൾ SCERT ടെക്സ്റ്റ് ആയിരിക്കും, NCERT ടെക്സ്റ്റ് ആയിരിക്കും. രണ്ടിനും ചട്ട മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ NCERT ടെക്സ്റ്റാണ് നിങ്ങളെ കൈമേലുള്ളതെന്ന് വെച്ചോ. ഇപ്പോൾ CBSE ആവുന്ന സ്ഥലത്ത് NCERT ആണ്, മറ്റവർക്ക് SCERT അല്ലേ. ടെക്സ്റ്റ് ബുക്കിലേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരിക. ഫിസിക്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് നന്നായിട്ട് എടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നീറ്റിന് പോകണ പോലെ ഒന്നല്ല, സ്കൂളിൽ പോകുന്ന ആൾക്കാരല്ലേ നിങ്ങൾ, സ്കൂളിൽ പോകാറില്ല. അപ്പോൾ സ്കൂളിലത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർ തന്നാൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നു കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ നോട്ട്സ് ഉണ്ടാവും. ഈ നോട്ട്സിലേക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് നോക്കുക. അപ്പോൾ ബയോളജി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ബയോളജി ടെക്സ്റ്റ് തന്നെ നോക്കുക. ഇനി ബയോളജി ടഫായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ബയോളജി ടെക്സ്റ്റ് തന്നെ നോക്കുക. ഞാൻ കൂടുതലായിട്ട് ബയോളജി അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് തന്നെ വായിച്ച് കുറേ ഹൈലൈറ്റ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ടുള്ളതൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ബയോളജിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ ബയോളജി അല്ലാതെ നമ്മൾ പുതിയതായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടായില്ല. ബയോളജി ടെക്സ്റ്റ് തന്നെ ഞാൻ വായിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ കുറേ ഓർമ്മ നിൽക്കും. അത് നമ്മൾ പോയിട്ട് എഴുതും. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ആ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുക. എക്സാമിന് പോകാൻ നേരത്തെ ആ സ്റ്റിക്കി നോട്ട് മാത്രം വായിച്ചിട്ട് പോവുക. അങ്ങനെയാണ് ബയോളജിയിൽ ഞാൻ ചെയ്തത്. ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്, അല്ലാതെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പോലെ പറയല്ല. സ്ട്രാറ്റജി വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു കോമൺ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ കെമിസ്ട്രിക്ക് ചെയ്തതെന്ന് വെച്ചാൽ, കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ +1 ഇല്ലല്ലോ, നമുക്ക് +2 എക്സാം മാത്രമാണല്ലോ നടക്കുന്നത് CBSEയിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഓർഗാനിക് ആയിരുന്നു എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഓർഗാനിക് നമ്മൾ പഠിക്കുന്ന പോലെയല്ല ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത്, ഫസ്റ്റ് ഈ ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് ന്യൂസ് പ്രിൻറ്റിൽ കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കും. മീൻസ് ഇപ്പോൾ ആ മൈൻസ് ചാപ്റ്റർ ആണെങ്കിൽ, ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ ആണെങ്കിൽ ആ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ ഡെഫിനിഷൻസ് എഴുതും, ആ റിയാക്ഷൻ എഴുതും, നെയിം റിയാക്ഷൻ എഴുതും, അതിങ്ങനെ എഴുതും. അപ്പോൾ എനിക്ക് അമൈൻസിനല്ല ഇപ്പോൾ 2 പേജ് ഉണ്ടാവും, ന്യൂസ് പ്രിൻറ്റ് 2 പേജ് ഉണ്ടാവും, പിന്നെ അടുത്ത ഹൈഡ്രോ കാർബൺസ് വേറെ 2 പേജ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും ഓരോരോ പേജായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കും. ആൽഡിഹൈഡ്സ്, ആൽക്കഹോളൊക്കെ പറഞ്ഞിട്ട് 2 പേജ് നടക്കും. ഇപ്പോൾ ഇത് എക്സാമിൻ്റെ അന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ എഴുതി വെച്ച ഷോർട്ട് നോട്ട് ഇല്ല, ന്യൂസ് പ്രിൻറ്റിൽ എഴുതി വെച്ചാൽ അത് വായിച്ചിട്ടാണ് എക്സാം ഹോളിലേക്ക് കയറുക. അതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. എക്സാമിന് ആൻസർ ചെയ്യുന്ന സമയത്ത് നല്ല ഹെൽപ്പായിട്ട് എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കെമിസ്ട്രിയിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ CBSEക്കാരാണെങ്കിൽ അതിന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ന്യൂമറിക്കൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇപ്പം നമ്മൾ തന്നെ കാൽക്കുലേഷൻ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് കുത്തിരുന്ന് ലോഗരിതം ടേബിൾ അവിടെ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ കാൽക്കുലേഷൻ അവിടെ കുത്തിരുന്ന് ചെയ്യാൻ വേണം. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്ത് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസും ഒക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഫിസിക്സ് ആവുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ടെക്സ്റ്റിൻ്റെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയ ബുക്ക്, ഇത് പ്രൊമോഷൻ എന്നല്ല, ഓസ്വാൾഡ് ബുക്സാണ്. ഓസ്വാൾഡ് ബുക്സാണ് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു മോഡൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ ഒരാഴ്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. എനിക്ക് ഇത്ര ചാപ്റ്റർ തീർക്കാനുണ്ട്, ഇത്ര സമയമുള്ളൂ നോക്കുക. ഇപ്പോൾ മൺഡേ ആണ് നിങ്ങൾ എക്സാം എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുക. എനിക്ക് ഇത്ര എക്സാം, ഇത്ര ചാപ്റ്റർ ഉണ്ട്, അത് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. അങ്ങനെ ഒരാഴ്ചനോടാണ് ഞാൻ എൻ്റെ മാർക്ക് 94.6% എത്തിച്ചത്. 94.6% എത്തിച്ചത്. അവസാനത്തെ ഒരാഴ്ച എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചേ പറ്റുമെന്ന് വെച്ചിട്ട് ഇരുന്നു. പിന്നെ 10 മണിക്കൂറൊന്നും ഇരുന്നുണ്ടായില്ല, ഒരു 4-5 മണിക്കൂറാണ് മാക്സിമം ഇരുന്നുണ്ടായില്ല. അതിൽ തന്നെ നമ്മൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കയ്യിലൊരു ന്യൂസ് പ്രിൻറ്റ് വേണം. ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഓർഗാനിക്കിന് അത് നിങ്ങൾ എക്സാമിന് കയറുന്നതിന് മുന്നേ രാവിലെ അത് വായിക്കാൻ നോക്കുക. ബയോളജി ആണെങ്കിൽ ഫുള്ളി ടെക്സ്റ്റിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക.
ഫിസിക്സ് ആവുന്ന സമയത്ത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. അതിന് കൂടെ NCERT സൊല്യൂഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ NCERTന്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ക്ലാസ്സിൽ നിന്നൊക്കെ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ ആ മെത്തേഡിലാണോ നോട്ട് തരിക, ആ നോട്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്ത മെത്തേഡുകൾ. ഇതാണ് ശരിക്കും എന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇംഗ്ലീഷ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ടെക്സ്റ്റ് വായിക്കാതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് വായിക്കണം, പിന്നെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് ഉണ്ടാവും, അതും വായിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. സത്യം പറഞ്ഞാൽ നമുക്ക് എക്സാം ആവുന്ന സമയത്തല്ല ആ ചൂട് വരുള്ളൂ. പഠിക്കണം എന്നുള്ളൊരു ആ ചൂട് വരുന്നത് എക്സാം ആവുന്ന സമയത്താണ്. ആ അവസാനത്തെ ആഴ്ച മാത്രമേ നമ്മൾ നന്നായിട്ട് പഠിക്കുള്ളൂ. ഇനിയിപ്പോൾ ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങേണ്ടത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, കോമൺ ആയിട്ട് എല്ലാവർക്കും പറയുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ 10th വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാപ്റ്ററിൽ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചാപ്റ്റർ ഞാൻ ചൂസ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്റർ ഞാൻ ചൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് തന്നെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് മാറ്റാം. ഫോഴ്സിന് ഇതാക്കുന്നതും പിന്നെ അതിൽ മൊമെൻറ്റ്സ് വരുന്ന വേറെ സാധനങ്ങളാണെങ്കിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതാക്കുക. അപ്പം മാഗ്നറ്റിസം ആണെങ്കിലൊക്കെ അതിനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആക്കിയിട്ട് ഈ ടോപ്പിക്സ് ഇന്ന ദിവസം ഞാൻ തീർക്കും, ഇതിൽ ഞാൻ നോക്കും എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസിനുള്ള അത്രത്തോളം ഇല്ല ശരിക്കും. ബോർഡ് എക്സാം ആവുന്ന സമയത്ത് എൻട്രൻസിന് അത്ര പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ആക്ച്വലി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ ടെക്സ്റ്റിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് അത് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ പറ്റും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്മോൾ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ സ്മോൾ ടോപ്പിക്സ് തീർക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക നിങ്ങൾ വിചാരിച്ചൊരു ഡെഡ് ലൈനിൽ. അപ്പോൾ ഫിക്സഡ് ഡെഡ് ലൈൻ, ആ ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞു ടോപ്പിക്സ് തീർക്കാൻ പറ്റുമോ നോക്കുക. ഇനി അതിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു ദിവസം തന്നെ 3-4 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം ഒരു ദിവസം ഞാൻ ഫിസിക്സ് പഠിക്കുകയാണ്, ഫിസിക്സ് മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ള സ്വഭാവം മാറ്റിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ ഇംഗ്ലീഷും മലയാളം ഒക്കെ മാത്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ബോറടിക്കൂല എന്നുള്ളത്. നിങ്ങൾ കുറച്ചേരം ഫിസിക്സ് പഠിക്കും, കുറച്ച് ടൈം ആവുന്ന സമയത്ത് മാറ്റിയിട്ട് കെമിസ്ട്രി പഠിക്കും, പിന്നെ അത് മാറ്റിയിട്ട് ബയോളജി പഠിക്കും. അങ്ങനെ ഇനി തീരെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പൊമഡോറോ ടെക്നിക്. പക്ഷെ ആ സമയത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഈ പൊമഡോറോ ടെക്നിക് ആണ് ഇതിൻ്റെ പേര് എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇനി അപ്പം ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഒരു 40 മിനിറ്റ് പഠിക്കും. 40 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് എൻ്റെ കയ്യിൽ ഫോണില്ല ഇനി, അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടക്കലേനി. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം റീൽസ് ഒക്കെ കാണാം. പക്ഷെ റീൽസ് ഞാൻ പറയുന്നത് ഇൻസ്റ്റയൊക്കെ കുറച്ച് കാലം ഡീആക്ടിവേറ്റ് ചെയ്തിടാനാണ് നല്ലത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ വരെ ഇൻസ്റ്റ ഒക്കെ ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിടാം. പക്ഷേ യൂട്യൂബ് ചൂസ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ കുറച്ച് നേരം ഷോർട്സ് ഒക്കെ കണ്ടിരിക്കാം. യൂട്യൂബ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം പോലെ നിങ്ങൾ അങ്ങോട്ട് പോകില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോടല്ല പേരൻസിനോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിക്കാം. വീണ്ടും തിരിച്ച് ടേബിളിലേക്ക് എത്താം. വീണ്ടും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരു 20-25 മിനിറ്റ് 30 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് നോക്കാട്ടോ 20 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സാണ്. ഇപ്പം MBBSന് കയറിയാൽ എൻ്റെ മാക്സിമം 40 മിനിറ്റ്സാണ്. അപ്പോൾ 40 മിനിറ്റാണ് ഞാൻ പഠിക്കുക. 40 മിനിറ്റ് ഞാൻ ഇരിക്കും, എന്നിട്ട് 40 മിനിറ്റ് പഠിക്കും, എന്നിട്ടൊരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കും, വീണ്ടും 40 മിനിറ്റ് പഠിക്കും. അങ്ങനെ അപ്പോൾ ഒരു ദിവസങ്ങൾ ഒരു 4-5 മണിക്കൂർ അങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ അത് ലാസ്റ്റ് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ആ ചൂട് കയറിയിട്ട് നമ്മളൊരു ദിവസം 6-8 മണിക്കൂറൊക്കെ വേണമെങ്കിൽ പഠിക്കൂലേ, ഇരുന്ന് പഠിക്കും. എന്നിട്ട് പിന്നെ ആലോചിക്കേണ്ടത് രാത്രി ഉറക്ക് കളയാതെ നോക്കണം കേട്ടോ. രാത്രി മാക്സിമം വേഗം ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഒരു 11 മണിക്ക് മാക്സിമം അതിനുള്ളിൽ ഉറങ്ങാൻ വേണ്ടി നോക്കുക. രാവിലെ നേരത്തെ എണീക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് എക്സാം ഇപ്പം ഇന്ന് 8 മണിക്കാണ് നടക്കാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങളൊരു 6 ആകുമ്പോഴെങ്കിലും എണീറ്റ് ഒന്ന് ബ്രെയിൻ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കണം ആ ഒരു സമയം. അപ്പോഴപ്പം എക്സാം പോകുമ്പോൾ വെട്ടം എഴുതാൻ കഴിയുള്ളൂ. അപ്പം ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കുക. ഇനി ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പഠിക്കുന്നൊരു സാധനം ബാക്കിയുള്ളതായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ ബോഡി ആയിട്ടാണ് ഞാൻ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ടോപ്പിക്സ് ഒക്കെ നോക്കുക, അതിന് വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ പ്ലാന്റ്സിൽ നമുക്ക് കുറേ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് പണിയുണ്ടാവും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ എഴുതി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് റെഡിയാവും. അതും നല്ല മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടൊക്കെ എഴുതി പഠിക്കാം. അതൊക്കെ ഇതിന് +1 ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ എഴുതി പഠിക്കാം. ഞാനീ പറയുന്നതൊക്കെ +1ലും +2ലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും മാർക്ക് കിട്ടുന്നത്. അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എജുപോർട്ടിൻ്റെ ക്ലാസ്, എക്സാമിനറിൻ്റെ ക്ലാസ്, സൈലത്തിൻ്റെ ക്ലാസ്, അങ്ങനെ എത്ര ക്ലാസ്സുകളാണുള്ളത്.
യൂട്യൂബിലൊക്കെ അതൊക്കെ ഒന്ന് 2x സ്പീഡിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ പ്രശ്നം അതൊന്ന് 2x സ്പീഡിലിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ടോപ്പിക്ക് അങ്ങ് കിട്ടും. നിങ്ങൾക്ക് കുഞ്ഞു നോട്ട്സ് ഉണ്ടാക്കാം. അതാണ് ഞാൻ പറയുന്നത് ആക്റ്റീവ് നോട്ട് ടേക്കിംഗ്. നിങ്ങൾ എന്ത് ക്ലാസ് കേൾക്കുകയാണെങ്കിലും ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ സാധാ സ്കൂളിൽ പോകുമ്പോൾ കേൾക്കുന്ന ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വീഡിയോ കാണുന്ന ക്ലാസ് ആണെങ്കിലും അതിൻ്റെ നോട്ട്സ് ഇങ്ങനെ എഴുതിയെടുക്കുക. അപ്പോൾ അതിനാണ് ആക്റ്റീവ് നോട്ട് ടേക്കിംഗ് എന്ന് പറയാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾക്ക് കയ്യിലൊരു ന്യൂസ് പ്രിൻ്റ് പേപ്പർ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താണോ വായിക്കുന്നത് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഞാൻ MBBS പഠിക്കുന്ന സമയത്തും ഞാൻ യൂസ് ചെയ്യുന്നത് അത് നല്ലൊരു ടെക്നിക്കാണ്. അതാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ അറിയാതെ സാധനം ഇങ്ങനെ കയറിക്കോളും. ആക്റ്റീവ് നോട്ട് ടേക്കിംഗ് എന്ന് പറയും. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓർഗാനിക്കിലെ ന്യൂസ് പ്രിന്റ് പറഞ്ഞു. ഫിസിക്സിലാവുന്ന സമയത്ത് ഫോർമുലാസ് മാത്രം ഒന്ന് എഴുതി വെക്കുക. ഫോർമുലാസ് എഴുതി വെച്ചിട്ട് ഇത് ഡെയിലി രാവിലെ ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതൊക്കെ അവസാനത്തെ ഒരു മാസത്തെ ഞാൻ പറയുന്നത്, ഒരു 1 മന്ത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി അവസാനത്തെ ഒരാഴ്ച നിങ്ങൾ എഫേർട്ട് ഇടാന്ന് വെച്ചാലും ആ ഒരാഴ്ച നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കണം. പരമാവധി പരിപാടികളൊക്കെ ഒഴിവാക്കുക, സൽക്കാരങ്ങൾ ഒഴിവാക്കുകയാണെന്ന് ഞാൻ പറയാം. ഒരാഴ്ച കേട്ടോ, ലാസ്റ്റത്തെ ഒരാഴ്ച ആവുന്ന സമയത്ത് സൽക്കാരങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളെ സമയം പോയോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കും നല്ല മാർക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ചൊരു ബേസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ ബേസ് ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബേസ് ഉണ്ടാക്കാൻ നോക്കണം. ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഒരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്തും കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ ഇതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ശരിക്കും നീറ്റ് നമ്മൾ പഠിക്കുന്നത്. അത് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാം നീറ്റിൻ്റെ പേരിലൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ശരിക്കും. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇത് 90% എബവ് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള സംഭവമായിരുന്നു. കാരണം എൻ്റെ +1 മാർക്ക് അത്രക്കും ഉണ്ടാവണം. അപ്പോൾ അതിൽ ഞാൻ അങ്ങ് പഠിച്ച് എനിക്ക് 94.6 കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ തീരെ മാർക്കില്ലാത്ത +1 നിന്ന് +2 എങ്ങനെയൊക്കെ ലാസ്റ്റ് 1 മന്തിൽ എങ്ങനെയൊക്കെ മാർക്ക് ഉണ്ടാക്കി എന്നുള്ള സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കറക്റ്റ് സ്ട്രാറ്റജി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇത് ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് 10ാം ക്ലാസ് വീഡിയോ ചെയ്ത സമയത്ത് അങ്ങനത്തെ കുട്ടിക്ക് തന്നെ +2 വീഡിയോ വേണം പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി MBBS റിലേറ്റഡ് ആയിട്ട്, 10ാം ക്ലാസ് റിലേറ്റഡ് ആയിട്ട്, +1 +2 റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻസിലും പറയാം. ഞാൻ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരാം. അപ്പം ഓക്കെ, ബൈ.